നമ്മളിന്ന് സംസാരിക്കുന്നത് എങ്ങനെ ലോ സിബിൽ സ്കോറുള്ള ആളുകൾക്ക് ലോൺ കിട്ടാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സിബിൽ സ്കോർ അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സിബിൽ സ്കോർ ഇല്ല, അതായത് സീറോ സിബിൽ സ്കോർ, ഹിസ്റ്ററി നോട്ട് അവൈലബിൾ, അങ്ങനത്തെ എല്ലാ ഇഷ്യൂസ് വരും. അപ്പോൾ അവർക്ക് എങ്ങനെ ലോൺ കിട്ടാമെന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് നോക്കാം എന്താണ് സിബിൽ സ്കോർ. സിബിൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനകത്ത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെയും, അതുപോലെ എത്രത്തോളം നിങ്ങൾ ക്യാപ്പബിൾ ആണ് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനലൈസ് ചെയ്യാൻ ഒരു ഏജൻസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ഒരു ഏജൻസിയാണ് സിബിൽ. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ട് അവർ ഒരു സ്കോറുകൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്കോർ എന്ന് പറഞ്ഞാൽ 300 to 900 വരെയാണ് ഈ ഒരു സ്കോർ. അപ്പോൾ 300 ഏറ്റവും ലോവസ്റ്റ് ആയ സ്കോറാണ്, 900 ആണ് ഹയസ്റ്റ് ആയ സ്കോർ. 700 മുകളിലാണെങ്കിൽ നിങ്ങളുടെ സ്കോർ നല്ല സ്കോറായിട്ട് കൺസിഡർ ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ ലോൺ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഇത് കൂട്ടാം, നിങ്ങളുടെ സ്കോർ ഏതൊക്കെ രീതിയിൽ കൂട്ടാമെന്ന് നോക്കാം. നിങ്ങൾ സമയത്തിന് കറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ലും ബാക്കിയുള്ള പേയ്മെൻറ്റ്സ് എല്ലാം അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ മുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ അധികം കടമൊന്നും വാങ്ങിക്കാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അധികം കടങ്ങളൊന്നുമില്ല, കടം വാങ്ങിക്കുന്നില്ല, ആ ഒരു കേസസിലൊക്കെ നല്ല രീതിയിൽ നല്ല സ്കോർ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എപ്പോഴാണ് ഈ സിബിൽ സ്കോർ താഴേക്ക് വരിക, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, ബിൽ പേയ്മെൻറ്റ്സ് ചെയ്യുന്നില്ല, ലോൺ EMIs ഒന്നും അടയ്ക്കുന്നില്ല, അനാവശ്യമായിട്ട് കുറേ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ഒരുപാട് ലോൺസ് എടുക്കുക, അങ്ങനെ ഒരുപാട് ലോൺസ് വരുമ്പോൾ കുറേ കടങ്ങളായി അതൊന്നും കറക്റ്റായിട്ട് സമയത്ത് അടയ്ക്കുന്നില്ല, ആ ഒരു കേസസിലൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴത്തേക്ക് വരും. ഇനി എങ്ങനെ നമുക്ക് ഒരു ലോൺ കിട്ടാമെന്ന് നോക്കാം, ക്രെഡിറ്റ് സിബിൽ സ്കോർ ഉള്ള ആളുകൾക്ക്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വരുമാനം തെളിയിക്കുന്ന ഒരു ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുള്ള ആളാണെങ്കിൽ പേ സ്ലിപ്പോ അങ്ങനത്തെ ഒക്കെ കൊടുക്കാം. പിന്നെ വളരെ ചെറിയൊരു എമൗണ്ടിന് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യണം. വളരെ വലിയ എമൗണ്ട് അപ്ലൈ ചെയ്താൽ ആദ്യമേ തന്നെ അവർ റിജക്റ്റ് ചെയ്യും, കാരണം നിങ്ങളുടെ കയ്യിൽ സ്കോർ ഒന്നില്ലെങ്കിൽ മോശമാണ്, സ്കോർ ഇല്ല. അപ്പോൾ ചെറിയ എമൗണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, കാരണം നമ്മുടെ നേരത്തെ അത് പ്രൂഫ് എല്ലാം കണ്ടിട്ട്. പിന്നെ ഒരു കോ അപ്ലൈക്കൻ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ഗ്യാരണ്ടി ചെയ്യുന്ന ഒരാൾ, ആ ഒരു കേസസിൽ നിങ്ങൾക്ക് ലോൺ പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് നിങ്ങൾ കോ അപ്ലിക്കൻ്റ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് ഗ്യാരണ്ടി നിൽക്കാൻ പറയാം, അതിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. പിന്നെ ക്രെഡിറ്റ് സ്കോറിൻ്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന്. വളരെ ഹൈ ചാൻസസ് ഉണ്ട് ചില സമയത്ത് എറേഴ്സ് വരാൻ. അപ്പോൾ ആ എറർ കാരണം നിങ്ങളുടെ സ്കോർ വളരെയധികം മോശമായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്യണം. എൻ്റെ റിപ്പോർട്ടിൽ ഉള്ള ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി എങ്ങനെ റിപ്പോർട്ട് എടുക്കാമെന്ന് വെച്ചാണെങ്കിൽ ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ Paytm പോലുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് ഇതിലുള്ള കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അത് ആണ് ആക്ച്വലി ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് ഒരാളൊരു ഈടില്ലാതെ ലോൺ തരികയാണ്. അപ്പോൾ ആ സമയത്ത് മെയിനായിട്ട് ഈ പേഴ്സണൽ ലോൺസ്, അപ്പോൾ ആ സമയത്ത് അയാൾക്ക് അറിയണം, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന് അറിയണം നിങ്ങൾ എത്രത്തോളം അടയ്ക്കാൻ പ്രാപ്തനാണ്, എത്രത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ലോൺ എടുത്തിട്ട് അടച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസസിലൊക്കെയാണ് ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് ലോൺ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോം ലോൺ എടുക്കുന്ന കേസസിലായാലും ക്രെഡിറ്റ് സ്കോർ നോക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, കാരണം നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം അങ്ങനത്തെ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ക്രെഡിറ്റ് സ്കോർ നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകൾക്ക് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 10% നോർമൽ പുവർ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്ക് കിട്ടുമ്പോൾ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു 8% കിട്ടിയെന്ന് വരാം. അപ്പോൾ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനും, അതുപോലെ ലോൺ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനും, വലിയ നൂലാമാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എല്ലാം സാങ്ഷനാക്കി കിട്ടാനും ഒക്കെ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകൾക്കാണെങ്കിൽ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞാണെങ്കിൽ വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. നിങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. അപ്പം മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ പോലും എങ്ങനെ ലോൺ കിട്ടാമെന്നാണത്. അപ്പോൾ അതിനും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻകം തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രേഖകൾ ഹാജരാക്കുക. സാലറി സ്ലിപ്പോ മതിയായിരിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാലറി സ്ലിപ്പ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് കാണിക്കുക. ഇപ്പോൾ റെഗുലറായിട്ട് എനിക്ക് ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന ആളാണ്, എനിക്ക് വരുമാനം വരുന്നതാണ്, അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കോ അപ്ലിക്കൻ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ കേസിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരിലായാലും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും അവർ കോ അപ്ലിക്കൻ്റ് വെച്ച്, അപ്പോൾ ആ കോ അപ്ലിക്കൻ്റ് അതിനും ഒരു യോഗ്യതയുള്ള ആളായിരിക്കും. അയാൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോറും നേരത്തെയുള്ള
എന്താ പറയുക, ഈ പറഞ്ഞ നേരത്തെ രേഖകളെല്ലാം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് ലോൺ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഒരു ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ലോൺ എടുക്കുക. അപ്പോൾ അത് എന്നിട്ട് നല്ല രീതിയിൽ അടയ്ക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. കാരണം ഇനി പോകും തോറും ക്രെഡിറ്റ് സ്കോറിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുക നമ്മൾ ആദ്യ വീഡിയോയുടെ ആദ്യത്തിൽ കണ്ടു. നിങ്ങളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി ഒരു വലിയൊരു പാർട്ടാണ്. കറക്റ്റ് രീതിയിൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താഴാം. അഥവാ കറക്റ്റായിട്ട് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മുകളിലേക്ക് പോകും. ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ. ഇപ്പോൾ ഒരാൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു, അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡിലുള്ള 100% എമൗണ്ട് ഇയാൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായൊരു ഇൻഡിക്കേഷനാണ്. കാരണം ഇയാൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഇയാൾ കൂടുതലും ക്രെഡിറ്റ് വെച്ചിട്ടാണ് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആ ഒരു ബാങ്കിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഏജൻസി മനസ്സിലാക്കുകയും അവർക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കോർ കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ വളരെ ആവശ്യത്തിന് മാത്രം ഒരു യൂട്ടിലൈസേഷൻ നല്ല ഫുൾ യൂട്ടിലൈസ് ചെയ്യാതെ നിങ്ങൾ ഒരു 60-70% എത്തി നിർത്തുക. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷനും വളരെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു 10%, 20%, 30%, അല്ലെങ്കിൽ വളരെ ആവശ്യത്തിന് മാത്രം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ക്രെഡിറ്റ് ഏജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം കുറച്ച് ഏജ്ഡായ അക്കൗണ്ടാണ്, അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ പേയ്മെൻറ്റ്, ഓൺ ടൈം പേയ്മെൻറ്റ് അതെല്ലാം അടയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കും. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ലോൺ എൻക്വയറീസ് ചെയ്യുന്നതോറും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്കൊരു ഇൻഡിക്കേഷനാണ് നിങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലോൺ എൻക്വയറീസ് ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവാന്ന് പറഞ്ഞിട്ട് ലോൺ കിട്ടാതിരിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ വീഡിയോയിൽ ആദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ കൂടി ബാങ്കുകൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. പിന്നെ നിങ്ങൾ ആ ഒരു കിട്ടിയ ലോൺ വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ ആണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇനി മുന്നോട്ട് പോകുന്നതും ക്രെഡിറ്റ് സ്കോറിന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.